പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കാൻ ദൈവം തന്നിട്ടുള്ള വലിയ ഭാഗ്യം, ദൈവത്തിൻ്റെ കൃപ അത് വലുതാണ് എന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ ദൈവമാതാവ് വചനത്തെ മാംസമാക്കി നമുക്ക് തന്ന അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലെ എനിക്ക് കുടിക്കാൻ തരിക എന്ന യേശുവിൻ്റെ അഭ്യർത്ഥനയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. 7-ാമത്തെ വാക്യം, ആ സമയം ഒരു സമറിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. 9-ാമത്തെ വാക്യം, ആ സമറിയാക്കാരി അവനോട് ചോദിച്ചു, നീ യഹൂദനായിരിക്കെ സമറിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നതെന്ത്? യഹൂദനും സമറിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. അപ്പോൾ കുടിക്കാൻ തരിക എന്ന് ആവശ്യപ്പെട്ട് നിൽക്കുന്ന യേശുവിനോട് സമറിയാക്കാരിയുടെ പ്രതികരണം എന്ന് പറയുന്നത് ഇൻഡിഫറൻസാണ്, താല്പര്യമില്ലായ്മയാണ്. ആ താല്പര്യമില്ലായ്മയിൽ നിന്ന് വന്ന ഉത്തരമാണ്, ആ പ്രതികരണമാണ് നാം തമ്മിൽ ബന്ധമില്ലല്ലോ എന്ന ആ പ്രതികരണം. നാം തമ്മിൽ എന്ത് ബന്ധം എന്ന ആ ചോദ്യം. യഹൂദനും സമറിയാക്കാരും തമ്മിൽ ഒരു പാത്രത്തിൽ നിന്ന് യഹൂദനും സമറിയാക്കാരിയും വെള്ളം കുടിക്കുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഞാൻ സൂചിപ്പിച്ചിരുന്നു, പന്നിയുടെ രക്തം കുടിക്കുന്നതാണ് അതിനേക്കാൾ ഭേദമെന്ന് കരുതിയിരുന്ന ഒരു മതബോധം. അവിടെയാണ് ഈശോ ചോദിക്കുന്നത് കുടിക്കാൻ തരിക. ഇതിൽ രസകരമായ ഒരു സംഗതി, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ സമറിയാക്കാരി യഥാർത്ഥത്തിൽ യേശുവിന് കുടിക്കാൻ കൊടുത്തോ? യേശു അവളിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിച്ചോ? അവിടുത്തെ ദാഹം ശമിപ്പിക്കാൻ വെള്ളം അവളിൽ നിന്ന് സ്വീകരിച്ചോ? അങ്ങനെ നമ്മൾ കാണുന്നില്ല. സത്യം പറഞ്ഞാൽ അവൾ വെള്ളം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഒടുവിൽ ഈ സംഭാഷണത്തിനൊടുവിൽ അവളുടെ വെള്ളം കോരിയ കുടം പോലും മറന്നു വെച്ചിട്ടാണ് ഓടുന്നത്. അപ്പം യഥാർത്ഥത്തിൽ കർത്താവ് ചോദിച്ചെന്നല്ലാതെ ഈ വെള്ളം കുടിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് കുടിക്കാൻ തരിക എന്ന് ചോദിക്കുന്ന യേശുവിനോട് അവൾ പറയുകയാണ്, അങ്ങനെ ചോദിക്കാൻ നമ്മൾ തമ്മിൽ ബന്ധം എന്താണ്? നമ്മൾ തമ്മിൽ സമ്പർക്കം ഇല്ലല്ലോ. അതൊരു ഒഴിഞ്ഞു മാറലായി നമുക്ക് കാണാം. അടുത്ത വാക്യത്തിലേക്ക് പോകാം. 10-ാമത്തെ വാക്യം, യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്താണെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ചോദിക്കുന്നത് ആരാണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. 2-3 കാര്യങ്ങൾ ഈ ഒരൊറ്റ വാക്യത്തിനകത്തുണ്ട്. ഒന്നാമത്തെ കാര്യം, യേശു പറയുകയാണ്, 2 കാര്യങ്ങൾ നിനക്കറിവില്ല. 2 കാര്യങ്ങളെക്കുറിച്ച് നിനക്കറിവില്ല. ഒന്നാമത്തെ കാര്യം, നിന്നോടിപ്പോൾ സംസാരിക്കുന്നവൻ ആരാണ് എന്ന് നിനക്കറിയില്ല. 2-ാമത്തെ കാര്യം, നിന്നോടിപ്പോൾ സംസാരിക്കുന്ന എനിക്ക് നിനക്ക് തരാൻ കഴിയുന്ന ദാനത്തിൻ്റെ വലിപ്പം എന്താണെന്നും നിനക്കറിയില്ല. അങ്ങനെ നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ ആ ദാനമായ, എനിക്ക് നിനക്ക് തരാൻ കഴിയുന്ന ഉത്കൃഷ്ട ദാനമായ ജീവജലം എന്നോട് ചോദിക്കുകയും ഞാൻ നിനക്ക് ജീവൻ്റെ ജലം തരികയും ചെയ്യുമായിരുന്നു. അതായത് പറയുകയാണ്, നിനക്കറിഞ്ഞൂടാ, നിനക്കെന്നല്ല മാനവകുലത്തിലെ ഒരു മഹാഭൂരിപക്ഷത്തിനും അറിഞ്ഞൂടാ. എന്താണ്? ഞാൻ ആരാണ്? യേശു ആരാണ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ സ്വീകരിക്കാൻ മാത്രം, എൻ്റെ ജീവിതത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചു വരുത്താൻ മാത്രം, യേശുവിലേക്ക് ഞാൻ നടന്നു ചെല്ലാൻ മാത്രം എന്താണ് യേശുവിൻ്റെ വലിപ്പം? എന്താണ് യേശുവിൻ്റെ അമൂല്യമായ ഭാവം? യേശുവിൻ്റെ മൂല്യം, യേശുവിൻ്റെ വർത്ത്? ഈ പൊന്നാണയത്തിൻ്റെ വില മാനവകുലം തിരിച്ചറിഞ്ഞിട്ടില്ല. അധികം മനുഷ്യരൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞ മനുഷ്യരാകട്ടെ മറ്റെല്ലാം നഷ്ടപ്പെടുത്തി, മറ്റെല്ലാം വിറ്റ് ഈ നിധി കണ്ടെത്താനായിട്ട് പോവുകയാണ്, ഈ പൊന്നാണയം കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇതാണ്, ഈ അറിവില്ലായ്മ,
നിന്നോട് സംസാരിക്കുന്നവൻ ആരാണ്, നിന്നോട് ഇടപഴകുന്നവൻ ആരാണ്, നിനക്ക് വേണ്ടി മനുഷ്യനായവൻ ആരാണ്, നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ ആരാണ് എന്ന അറിവില്ലായ്മ. അതാണ് നിന്റെ ഒന്നാമത്തെ പരാധീനത. രണ്ടാമത്തേത്, ആ അറിവില്ലായ്മയിൽ നിന്ന് വരുന്നതാണ് അവന് നിനക്ക് തരാൻ പറ്റുന്ന ദാനം, ആ ദാനത്തിൻ്റെ വലിപ്പം. അത് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും ജീവൻ്റെ ജലം തരികയും ചെയ്യുമായിരുന്നു. അതായത് യേശു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, കർത്താവ് നമ്മോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, അവിടുന്ന് ആദ്യം ചെയ്യുന്നത് തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഇത് ബൈബിളിൻ്റെ ഒരു പൊതുവായ രീതിയാണിത്. അതായത് ദൈവം മനുഷ്യൻ ആരാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ദൈവം മനുഷ്യനോട് ദൈവം ആരാണ് എന്ന് പറഞ്ഞു തന്നു. മനുഷ്യനെ കണ്ടെത്തണം എന്ന് ഉപദേശിക്കും മുമ്പ് ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ഇതാണ് ശരിക്കും ഏദൻ തോട്ടം. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യന് നൽകിയ സൗഭാഗ്യങ്ങൾ, മനുഷ്യന് നൽകിയ സുരക്ഷിതത്വം, മനുഷ്യന് നൽകിയ സന്തോഷം, ഇതെല്ലാം ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിനപ്പുറത്ത് അതൊരു വെളിപ്പെടുത്തലായിരുന്നു. ദൈവം ആരാണ്, നിനക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, അതായിരുന്നു അതിൻ്റെ ആദിമ ദൃഷ്ടാന്തമായിരുന്നു ഏദൻ തോട്ടം. അപ്പോൾ ഇത് ബൈബിളിൻ്റെ ഒരു പൊതുവായ പാറ്റേണാണ്. ദൈവം മനുഷ്യനോട് എന്തെങ്കിലും ആവശ്യപ്പെടും മുമ്പ് ദൈവം താൻ ആരാണ് എന്ന് വെളിപ്പെടുത്തി കൊടുക്കും. അതങ്ങനെയാണ് അബ്രഹാമിനോട് നീ നിൻ്റെ വീടും കുടുംബവും കുലവും പിതാവിനെയും മാതാവിനെയും നഗരത്തെയും ഉപേക്ഷിച്ച് പോകണമെന്ന് ആവശ്യപ്പെടും മുമ്പ് ഞാൻ ആരാണ് എന്ന് വെളിപ്പെടുത്തി കൊടുക്കും. മോശ ഒരു മഹാനിയോഗം, അടിമത്തത്തിൻ്റെ ചെങ്ങലകൾ പൊട്ടിച്ച് 4 നൂറ്റാണ്ടായി കണ്ണുനീരിൽ കഴിയുന്ന തൻ്റെ ജനത്തെ വിമോചിപ്പിച്ച് കൊണ്ടുവരാനുള്ള മഹാനിയോഗം മോശ എന്ന മനുഷ്യൻ്റെ ചുമലിലേക്ക് വെക്കും മുമ്പ് ഈ മുൾപ്പടർപ്പിൽ വെച്ച് താൻ ആരാണ് എന്ന് വെളിപ്പെടുത്തി. ഇതെല്ലാ നിയോഗങ്ങൾ പരമേൽപ്പിക്കപ്പെട്ട മനുഷ്യരുടെയും ജീവിതത്തിലെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഈ വെളിപ്പെടുത്തുന്ന ദൈവത്തെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം. ഒന്ന്, ഞാൻ ആരാണ് എന്നറിയണം. ഈ സുവിശേഷം മുഴുവൻ അതിൻ്റെ ഒരു പ്രോസസ്സാണ്. നമ്മൾ ഈ യേശു ആരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് യേശുവുമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നോട് സംസാരിക്കുന്നവൻ ആരാണ് എന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അത് അറിയുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മൾ ആരാണ്, മനുഷ്യൻ്റെ വില, മനുഷ്യനാരാണ്, മനുഷ്യൻ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം, ഇതെല്ലാം ദൈവം വെളിപ്പെടുത്തി തരുന്നത് ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടാണ്. മാത്രമല്ല ഇതിന് മറ്റൊരു വായന കൂടിയുണ്ട്. അതായത് our identity is defined on the basis of God's identity. അതായത് നമ്മൾ ആരാണ് എന്നുള്ളത് നിശ്ചയിക്കപ്പെടുന്നത്, നമ്മുടെ വ്യക്തിത്വം നിശ്ചയിക്കപ്പെടുന്നത്, അതിൻ്റെ സ്വഭാവം നിശ്ചയിക്കപ്പെടുന്നത് ദൈവം ആരാണ് എന്നതിൻ്റെ വെളിച്ചത്തിലാണ്. അല്ലെങ്കിൽ നമ്മൾ ആരാണെന്ന് നമ്മളെ കണ്ടെത്താൻ പറ്റുന്നത് ദൈവം ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോഴാണ്. അതായത് ദൈവത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയുടെ പശ്ചാത്തലത്തിൽ മാത്രമേ നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെട്ട് കിട്ടൂ. നമ്മുടെ ഒരു മനുഷ്യാത്മാവിൻ്റെ വില ഒരാൾ അറിയുന്നത് ആ മനുഷ്യാത്മാവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കിട്ടുമ്പോഴല്ല, ദൈവം ഈ ആത്മാവിനെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ വെളിച്ചത്തിലാണ്. സ്വന്തം പുത്രനെ കുരിശിൽ കൊല്ലപ്പെടാൻ വിട്ടുകൊടുത്ത് രക്ഷിക്കാൻ മാത്രം വിലയുള്ളതാണ് ഈ മനുഷ്യാത്മാവെന്ന് നാം തിരിച്ചറിയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കിട്ടിക്കഴിയുമ്പോഴാണ്. സോ our identity is defined on the basis of his identity. മാത്രമല്ല ഒത്തിരി പ്രായോഗിക വായനകളുണ്ട് ഇതിന്. നമ്മൾ ആരാകും എന്നതും നമ്മുടെ ദൈവം ആരാണ് എന്നതിൻ്റെ വെളിച്ചത്തിലാണ്. നിങ്ങളുടെ ദൈവം ആരാണോ അങ്ങനെയാവും നിങ്ങൾ. ഉദാഹരണത്തിന് ധാർമ്മികമായി ഈശോ അവതരിപ്പിച്ച ദൈവസങ്കല്പം ലോകത്ത് ഒരു മതബോധവും അവതരിപ്പിക്കാത്ത അത്ര നിർമ്മലരും പരിശുദ്ധരിൽ പരിശുദ്ധനുമായ ഒരു ദൈവത്തെയാണ്, അല്ലെങ്കിൽ ആ ദൈവം അതാണ് എന്ന സത്യമാണ് ഈശോ വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കണം. നിങ്ങൾ പരിശുദ്ധരായിരിക്കണം. വൈ? നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായതുകൊണ്ട്. സോ
നിങ്ങളുടെ പരിശുദ്ധി. എന്തുകൊണ്ട് നിങ്ങൾ പരിശുദ്ധരാവണം? ദൈവം പരിശുദ്ധനാണ്. മനസ്സിലാവുന്നുണ്ടോ? യുവർ ഐഡന്റിറ്റി ഈസ് ഡിവൈൻഡ് ഓൺ ഹിസ് ഐഡന്റിറ്റി. അപ്പം അതുകൊണ്ട് നമ്മുടെ ദൈവം ആരാണോ അങ്ങനെയാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച്. അതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ചുള്ള വികലമായ ധാരണകൾ അധാർമികമായ ജീവിതത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുമെന്ന് റോമർ 1 പറയുന്നുണ്ട്. എന്താണ്? ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നത് ഒരു പോരായ്മയെ അവർ കരുതിയത് നിമിത്തം അധമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അപ്പോൾ ഈ ദൈവസങ്കല്പം അല്ലെ ദൈവബോധം, ദൈവധാരണ നമ്മൾ വിചാരിക്കുന്ന പോലെ നിസാരമല്ല. ദൈവത്തെക്കുറിച്ച് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന ധാരണകൾ സത്യമല്ലെങ്കിൽ, നിർമ്മലമല്ലെങ്കിൽ, വേദപുസ്തക അടിത്തറയിൽപ്പെട്ടതല്ലെങ്കിൽ നമ്മുടെ ജീവിതം തരംതാണതായി പോവും. ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടില്ല. അപ്പം അതുകൊണ്ട് നീ ആരാണെന്ന് നിന്നെ ദൈവം മനസ്സിലാക്കി തരുന്നത് ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിന്നോട് ഇപ്പോൾ ഞാൻ ഇനി ഈ സംഭാഷണം ഈ അധ്യായത്തിൻ്റെ താഴോട്ട് വരുമ്പോൾ ഈ പെൺകുട്ടിക്ക് അവൾ ആരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആ മനസ്സിലാക്കി കൊടുക്കുന്നതിന് മുമ്പ് ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. തന്നെ വെളിപ്പെടുത്തി മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ നിന്നോട് ദൈവത്തിൻ്റെ ദാനം എന്താണെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ചോദിക്കുന്നത് ആരാണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അപ്പം നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം. അപ്പം ജീവജലം, അടുത്ത ഒരാശയം മനസ്സിലാക്കേണ്ടത് അതാണ്. ഈ വാക്യത്തിനകത്തെ മൂന്നാമത്തെ മനസ്സിലാക്കേണ്ട കാര്യം ജീവജലം. ലിവിങ് വാട്ടർ എന്ന് മാത്രമല്ല അതിൻ്റെ ട്രാൻസ്ലേഷൻ. ഫ്ലോയിങ് വാട്ടർ, റണ്ണിങ് വാട്ടർ എന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന വെള്ളം, ജീവനുള്ള വെള്ളം. അങ്ങനെ ജീവനുള്ള വെള്ളം എന്ന് പറയുമ്പോൾ ഒഴുകുന്ന വെള്ളം, പ്രവഹിക്കുന്ന വെള്ളം, നിർഗളിക്കുന്ന വെള്ളം, അങ്ങനെ അർത്ഥമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലിവിങ് വാട്ടർ. എപ്പോഴും യഹൂദൻ വിചാരിച്ചിരുന്നത്, മനസ്സിലാക്കിയിരുന്നത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം, ഇപ്പോൾ കിണറിനകത്തുള്ള വെള്ളം, കുളത്തിനകത്തുള്ള വെള്ളം, ഒരു പാത്രത്തിനകത്തുള്ള വെള്ളം സ്റ്റാഗ്നൻ്റ് വാട്ടറാണ്, നിശ്ചല ജലമാണ്, അത് ചത്ത ജലമാണ്. എന്നാൽ ഫ്ലോയിങ് വാട്ടർ, നിർഗളിക്കുന്ന, ഒഴുകുന്ന, പ്രവഹിക്കുന്ന വെള്ളം ജീവനുള്ള വെള്ളമാണ്. ഇങ്ങനൊരു ധാരണ യഹൂദൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലിവിങ് വാട്ടർ എന്ന് പറയുന്നത് സ്റ്റാഗ്നൻ്റ് വാട്ടറിന് ഓപ്പോസിറ്റായിട്ടാണ് പറയുന്നത്. ജീവജലം എന്ന് പറയുന്നത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം എന്നതിന് വിപരീതമായിട്ടാണ് പറയുന്നത്. അപ്പം ജീവജലം എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന വെള്ളം, അങ്ങനെ അർത്ഥം കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ഈ ജീവജലം? ജീവജലം നമ്മളെപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് പരിശുദ്ധാത്മാവായിട്ടാണ്. അത് ശരിയാണ്. എന്നാൽ യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഒരർത്ഥമല്ല, ഒരാശയത്തിന്, ഒരു വാക്കിന് യോഹന്നാനിൽ പലപ്പോഴും ഒരർത്ഥമല്ല ഉള്ളത്. ഈ ബൈബിൾ നമ്മൾ ശരിയായി പരിശോധിക്കുമ്പോൾ ഈ ജീവജലത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ പരിശുദ്ധാത്മാവാകുന്ന അർത്ഥത്തിലേക്ക് കടക്കാം. യെശയ്യാ പ്രവചനത്തിൽ ഒരു ഭാഗം മാത്രം എടുക്കുകയാണ്. ഒത്തിരി റെഫറൻസസ് ഉണ്ട്, പക്ഷേ ഒരു ഭാഗം മാത്രം എടുക്കാം. യെശയ്യാ പ്രവചനത്തിൻ്റെ 55-ാമത്തെ അധ്യായം ഞാൻ വായിക്കാം. യെശയ്യാ 55 വായിക്കുകയാണ്. ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ആഹാരത്തിന് വേണ്ടി അല്ലാതെ എന്തിന് പണം മുടക്കുന്നു? സംതൃപ്തിക്ക് വേണ്ടി അല്ലാതെ എന്തിനധ്വാനിക്കുന്നു? എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക, നന്നായി ഭക്ഷിക്കുകയും എൻ്റെ വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. എൻ്റെ അടുക്കൽ വന്ന് ഭക്ഷിക്കുക, എൻ്റെ വാക്ക് കേൾക്കുക, നിങ്ങൾ ജീവിക്കും. എൻ്റെ വാക്ക്. അപ്പം അതായത് ഇവിടെ ഈ ദാഹാർത്തരെ വരുവൻ, ജീവജലം വന്ന് സൗജന്യമായി വാങ്ങിക്കുടിക്കുവനെന്ന് ഇവിടെ യെശയ്യാ 55 പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തിയ ദൈവവചനമാണ് ജീവജലം. ഒരർത്ഥം അതാണ്. 55 താഴോട്ട് നിങ്ങൾ സമയം കൊണ്ട് വായിച്ചാൽ മതി. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വചനത്തെക്കുറിച്ചാണ് ആ അധ്യായം പറയുന്നത്. അപ്പോൾ ജീവജലം അവിടെ യെശയ്യാ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തിയതനുസരിച്ച് ജീവജലം വചനമാണ്. എന്നാൽ ജീവജലം പരിശുദ്ധാത്മാവുമാണ്. അതിൻ്റെ റെഫറൻസസ് നമ്മൾ പിന്നീട് കാണും. അപ്പോൾ ഈ ജീവജലം ദൈവം തന്നെ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ജീവജലം. അത് യേശുവാണ് തരുന്നത്. അതാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ കണ്ടിരുന്നു. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.
സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഏകജാതന, ദൈവപുത്രനായ ഏകജാതനല്ലാതെ ആര് സ്വർഗത്തിൽ കയറിയിട്ട്? അപ്പോൾ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വെളിപ്പെടുത്തൽ നമുക്ക് ലഭിച്ചത് ഏകജാതന യേശുവിലൂടെ മാത്രമാണ്. അപ്പോൾ അവൻ തരുന്ന ജീവജലം ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ. ജീവജലം, അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ. ദൈവം ആരാണ്, പിതാവ് ആരാണ്, എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം, ഇത് ആര് വെളിപ്പെടുത്തി? യേശു വെളിപ്പെടുത്തി തന്നു. അപ്പോൾ അതാണ് ജീവജലം. ഇനി സ്വാഭാവികമായി നമ്മൾ പരമ്പരാഗതമായി മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ ഈ വാക്യത്തിൽ, നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ദാനം എന്നാണ്. 10ാമത്തെ വാക്യം, യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്താണെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുക, അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദാനം എന്താണ്? ദൈവത്തിൻ്റെ ദാനം ജീവജലം. ജീവജലം, ഒഴുകുന്ന ജലം, പ്രവഹിക്കുന്ന ജലം, കെട്ടിക്കിടക്കുന്ന ജലമല്ല, ഒഴുകുന്ന ജലം, ജീവനുള്ള ജലം. അതെന്താണ്? അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതെന്താണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ബൈബിളിൽ പലയിടങ്ങളിലും സൂചനയുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:38. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഗിഫ്റ്റ്, പരിശുദ്ധാത്മാവാകുന്ന ദാനം. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുവചനം 19 മുതൽ വായിക്കാം. ആക്സ് 8:19 and 20. ശിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്ക് തരിക. പത്രോസ് പറഞ്ഞു, നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ, എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനം. ശിമയോൻ എന്താണ് ചോദിച്ചത്? പരിശുദ്ധാത്മാവിനെ. പണം തരാം, പരിശുദ്ധാത്മാവിനെ കൊടുക്കാനുള്ള കൈവപ്പ് തരാൻ, കൃപ തരാനാണ് പറഞ്ഞത്. അപ്പോൾ പത്രോസിൻ്റെ മറുപടി പരിശുദ്ധാത്മാവെന്നല്ല പറയുന്നത്, ദൈവത്തിൻ്റെ ദാനം. പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു, ദൈവത്തിൻ്റെ ദാനം. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമെന്ന് പലയിടങ്ങളിലും സൂചനയുണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ഇനി അപ്പോസ്തല പ്രവർത്തനം 10, ആക്സ് 10:45. അപ്പോസ്തല പ്രവർത്തനം 10:45, 44 മുതൽ ഞാൻ വായിക്കാം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. വിജാതീയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ, വിജാതീയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവാകുന്ന ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോടുകൂടെ വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു. അപ്പം ഇത് ഒത്തിരി റെഫറൻസസ് ഉണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ ദാനം സമം പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ദാനം സമം ദൈവവചനം. ഈ രണ്ടർത്ഥത്തിൽ നമ്മൾ ഇതിനെ വായിച്ചെടുക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമാകുന്ന പരിശുദ്ധാത്മാവ്, ആ ദാനം തരാൻ പറ്റുന്നവനാണ് ഞാനെന്നും ഞാൻ ആരാണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ചോദിക്കുകയും ആ ദാനമാകുന്ന, അല്ലെങ്കിൽ ഒഴുകുന്ന ജലമാകുന്ന, പ്രവഹിക്കുന്ന ജലമാകുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ഇപ്പം നിനക്ക് പക്ഷേ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരാശയം കൂടി ആ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. അവനോട് ചോദിക്കുകയും അവൻ തരികയും ചെയ്യുമായിരുന്നു. എപ്പോഴും ഓർത്തിരിക്കണം, ഈ ഗിഫ്റ്റ്, ഈ ദാനം നാം സ്വീകരിക്കുന്നത് ചോദിക്കുമ്പോഴാണ്. ഇത് ഒരുപാട് വാചകങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്താം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ആർക്കാണ്? തന്നോട് ചോദിക്കുന്നവർക്ക്. അപ്പം അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവാകുന്ന ദാനം ലഭിക്കാനുള്ള വഴി എന്താണ്? ചോദിക്കുക എന്നുള്ളതാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവിന് വേണ്ടി ചെയ്യേണ്ട ഏക കാര്യം ചോദിക്കുക എന്നുള്ളതാണ്. ചോദിക്കുക എന്നത് മുമ്പ് നമ്മൾ പല സന്ദർഭങ്ങളിലും വിശദീകരിച്ചിട്ടുണ്ട്. ബൈബിളിൽ ആ ചോദിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്ന അർത്ഥത്തിലാണ്. കീപ് ഓൺ ആസ്കിങ്, ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം അതുകൊണ്ട് നിരന്തരമായി എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം.
എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കാവുന്ന ആദ്യത്തെ പ്രാർത്ഥന, കർത്താവേ ഇന്ന് പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനാൽ എന്നെ നയിക്കണമേ. അപ്പം അപ്പം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ധൃതിയിൽ വായിച്ചു പോകുമ്പോൾ വാക്കുകൾ വിട്ടുപോകരുത്. പറയുകയാണ്, അവൻ അവളോട് പറഞ്ഞു, 10ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ ദാനം എന്താണെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ ചോദിച്ച് വാങ്ങേണ്ട ദാനമാണ് പരിശുദ്ധാത്മാവ്. ചോദിച്ച് വാങ്ങണം. അതുകൊണ്ട് ഇന്ന് ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഈ നിങ്ങളോട് ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും ആത്മാർത്ഥതയോടെ, സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. വ്യക്തികളിലും സ്ഥാപനങ്ങളിലും സംവിധാനങ്ങളിലും പരിശുദ്ധാത്മാവ് നിറയണം. നമുക്ക് പിശാച് ആവേശിച്ചിരിക്കുന്ന വ്യവസ്ഥിതികളുണ്ട്. വ്യവസ്ഥിതികളിൽ പരിശുദ്ധാത്മാവ് നിറയണം. അതുകൊണ്ട് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും വലിയ ഉത്കൃഷ്ടവും ഉദാത്തവും സമ്പന്നവുമായ പ്രാർത്ഥന, കർത്താവേ അങ്ങയുടെ ആത്മാവിനെ ലോകത്തിലേക്ക് അയക്കണമേ എന്നാണ്. കർത്താവേ അങ്ങയുടെ ആത്മാവിനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി, സകല വിശുദ്ധരുടെയും മധ്യസ്ഥത വഴി, യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ കർത്താവേ പരിശുദ്ധാത്മാവിനെ ലോകത്തിൻ്റെ മേൽ അയക്കണമേ. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ സ്ഥാപനത്തിൻ്റെ മേൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ മേൽ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ സ്വഭാവങ്ങളിൽ, എൻ്റെ ജഡിക പ്രവണതകളിൽ, എൻ്റെ മനസ്സിൻ്റെ ദുഷ്ടവ്യാപാരങ്ങളിൽ എല്ലാം പരിശുദ്ധാത്മാവിനെ അയക്കണമേ. സത്യത്തിൽ നമ്മൾ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഇന്ന് ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നിങ്ങൾ എവിടെ ഇരുന്നാണ് ഈ വചനം കേട്ടതെങ്കിലും, ഏത് മീഡിയയിലൂടെ, ഏത് മാധ്യമങ്ങളിലൂടെയാണ് നിങ്ങൾ വചനം കേട്ടതെങ്കിലും, ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുക. ഞാൻ മൗണ്ട് കാർമലിൽ നിന്നുകൊണ്ട്, ധ്യാനകേന്ദ്രത്തിൽ നിന്നുകൊണ്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും അഗാധമായ നിറവിലും ആത്മാർത്ഥതയിലും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുന്നതിന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷം ആഗ്രഹിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം നിങ്ങൾക്ക് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ലഭിക്കും. ഒരു നിമിഷം കണ്ണടച്ച്, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ കണ്ണടച്ച് ശാന്തമായിരുന്ന് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. സാധിക്കുന്നവർ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവാകുന്ന ഈ ദാനം, ഈ ജീവജലം, യേശുവേ അങ്ങെനിക്ക് തരണമേ, കർത്താവേ അങ്ങെനിക്ക് തരണമേ. ദൈവമേ, ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന സകല മക്കളുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് അങ്ങയുടെ എളിയദാസനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഏലിയ കാർമൽ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് ആ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിക്ക് വേണ്ടി ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ അഗ്നി ഇറക്കി അഭിഷേകം ചെയ്ത ദൈവമേ, ഇപ്പോൾ അങ്ങയുടെ പാപിയും അയോഗ്യനും ബലഹീനനുമായി ഈ ദാസൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം ആരെങ്കിലും ഗൗരവമായി എടുത്തിപ്പോൾ മിഴിപൂട്ടി ഹൃദയം ഏകാഗ്രമാക്കി പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ അങ്ങയുടെ വചനം, എഴുതപ്പെട്ട വചനം സത്യമാകയാൽ, അങ്ങ് അരുളി ചെയ്ത വാക്കുകൾക്ക് മാറ്റമില്ലാതിരിക്കുന്നതിനാൽ ദൈവമേ, ഈ നിമിഷം ഇപ്പോൾ ആ മക്കളെല്ലാവരും, ഈ സഹോദരി സഹോദരന്മാരെല്ലാവരും ഒരു ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം അനുഭവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.